ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ ഏരിയയിലാണ് ഉള്ളത്. ഇവിടെ കിൻഫ്ര ഫിലിമൻ IT പാർക്കിൽ നിന്നും 3.3 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഉള്ളത്. അതായത് ഒരു 8 മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം. ഇനി ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4ലേക്കാണെങ്കിൽ 6 കിലോമീറ്റർ ദൂരം, ഒരു 14 മിനിറ്റ് യാത്രയെ വരുന്നത്. ഇനി ടെക്നോ പാർക്കിൻ്റെ അതായത് ഫേസ് 1ലേക്കാണെങ്കിൽ കഴക്കൂട്ടത്തേക്കുള്ള ദൂരം എന്നുള്ളത് 8.8 കിലോമീറ്ററാണ്. അതായത് ഒരു 18 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. അങ്ങനൊരു സ്ഥലത്താണ്. ഇവിടെ 4.5 സെൻറ്റിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ളൊരു വീടാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടോട്ടലി 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ വീടാണ്. അതും 2 ബെഡ്റൂം താഴെയും 2 ബെഡ്റൂം മുകളിലും. അങ്ങനെ ഒരു അടിപൊളി വീടാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ 70 ലക്ഷം രൂപ ബഡ്ജറ്റിനുള്ളിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുപോകാം. നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ചുറ്റി നടക്കാൻ വേണ്ടി നല്ല വിശാലമായിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. 4.5 സെൻറ്റേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള സ്ഥലവും വിശാലമായ രീതിയിലാണ് വീട് വെച്ചിരിക്കുന്നത്. നമുക്ക് തൊട്ട് മുന്നേ ആയിട്ട് കിണർ കാണാം. അതിൽ ഫുള്ള് റിങ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കിണർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാർ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ 2 വണ്ടിക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു ഹെവി വെഹിക്കിളൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ കട്ടലേക്ക് നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയും അതുപോലെ പ്ലാവോ ചെയ്തിരിക്കുന്നു. ഇവിടെ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ ഒരു ചെറിയ പ്ലാന്റ് കാണാം. അത് നാച്ചുറൽ പ്ലാന്റ് ആണ്. അതിൻ്റെ മുന്നിലായിട്ടൊരു പർഗോളയും 2 പർഗോളയും കാണാം. ഇത് നമ്മുടെ സ്റ്റെപ്പിലേക്ക് വരുവാണെങ്കിൽ ഗ്രാനൈറ്റാണ് അത് ട്രെഡ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് കോളിംഗ് ബെല്ല് കാണാം. അതെല്ലാം GM ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇനി വരെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൻ്റെ ഒരു ക്ലാഡിങ് നോക്കുവാണെങ്കിൽ വുഡ് ടെയിലിലെ ക്ലാഡിങ് കാണാം. അത് നമ്മുടെ കഥകിൻ്റെ അതേ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കഥകും ജനലും എല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മുകളിലായിട്ട് കുറച്ച് പർഗോള പോലെ അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്, പോയിന്റ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു കണ്ടംപററി ബോക്സി ഡിസൈനാണ്. അത് കൂടാതെ ഒരു ട്രഡീഷണൽ ലുക്കും വരുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത ഒരു ഡിസൈനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് നോക്കാം 4x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല, എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു ബോർഡറായിട്ട് ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് വലിയ അത് വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ആൻഡ് ലിവിങ് ഏരിയ വരുന്നു. അതായത് ഡൈനിങ് കം ലിവിങ് ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ TV യൂണിറ്റ് എല്ലാം മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ആയിട്ട് അതിനടിയിൽ പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗിലായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് മാമായിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡ് തന്നെയാണ്. അതുപോലെ പുറകിലായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഡൈനിങ് സ്പേസും ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 8 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാനുള്ളൊരു ഡൈനിങ് സ്പേസിന് വരുന്നുണ്ട്. അതിൽ കൂടുതൽ ഇരിക്കാം. ഇങ്ങോട്ടേക്ക് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സ്പേസും കിട്ടുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ പുറകിലായിട്ട് ഒരു ടെക്സ്ചർ പെയിൻറ്റും കാണാം. ആ ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് GM തന്നെയാണ്. അതുപോലെ ഇവിടെ ആയിട്ട് 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചൺ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കിച്ചൻ്റെ ഒരു ഏരിയ വരുന്നത്. ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. അതുപോലെ അതിൻ്റെ സിങ്കും കാണാം. എല്ലാ പോയിൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടെക്സ്ചർ രീതിയിലുള്ളൊരു ടൈലോ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് മിക്സിയും ഗ്രൈൻഡറും അങ്ങനെ എല്ലാ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഓപ്ഷൻ ഇവിടെ ഈ സൈഡിലാണ് വരുന്നത്, ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ്. അതുപോലെ നമ്മുടെ ടൈൽ നോക്കുവാണെങ്കിൽ, ഫ്ലോറിംഗ് നോക്കുവാണെങ്കിൽ ഒരു വുഡ് ഗ്രെയിൻ ഡിസൈനിലുള്ള ഒരു വുഡ് ഡിസൈനിലുള്ള ടൈൽ 4x2 സൈസിൻ്റെ ടൈലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ചുറ്റി തന്നെ കൊടുത്തിരിക്കുകയാണ്. വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഗ്ലെൻ്റെ ഇലക്ട്രിക് ചിമ്നിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് സ്റ്റവ് മാത്രം വെച്ചാൽ മതി. ബാക്കി എല്ലാ കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറകിലായിട്ട് ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് ഉണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഈ വീടിന് ഇത്രയും സ്ഥലം കിട്ടുന്നുണ്ടോ ചിന്തിച്ചു പോകും. ആ രീതിയിലാണ് കൃത്യമായിട്ട് തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഏരിയ പുറകിലോട്ട് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അതുപോലെ പുറകിലോട്ട് നനകല്ല് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് കാണാം. ഇവിടെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കൃത്യമായി ചെയ്തിരിക്കുന്ന വീടാണ്. അപ്പോൾ നമുക്ക് ഈ താഴെ വരുന്ന 2 റൂമുകളാണ്. നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഇവിടെയാണ് റൂം വരുന്നത്. അപ്പോൾ റൂമിലേക്ക് ഒരു ഫോയറിലേക്ക് വരുന്നു. ഫോയറിന് മുകളിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വുഡ് ഡിസൈനിലുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേസ്ഫുൾ റൂം തന്നെയാണ്. 12x10 ആ സൈസിലുള്ള റൂമാണ്. 12x10 കുറച്ചും കൂടെ വരും. 12x11 ആ റേഞ്ചിലുള്ള റൂമാണ് വരുന്നത്. ഇവിടെ എല്ലാം ബെഡ് സ്വിച്ച് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. AC-ക്കുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബ്ലൂ കളർ തീമിലുള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പെയിൻറ്റ് ഈ കളർ വേണ്ട, വേറെ കളർ വേണമെങ്കിൽ അത് മാറ്റി തരുന്നതാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ജോൺസൺ ആണ്. ഇപ്പോൾ നമുക്ക് WC നോക്കുകയാണെങ്കിൽ ഫ്ലോർ മൗണ്ടഡ് ആണ്. ജോൺസൺ എന്ന കമ്പനിയുടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഫിറ്റിംഗ്സ് നമ്മുടെ CP ഫിറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിന് സെറയാണ്. ഇവിടെ ആയിട്ട് ലൈറ്റ് ബോർഡും ഉണ്ട്, സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റും കാണാം. അപ്പോൾ നല്ല സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. അതുപോലെ ഇവിടെ ആയിട്ട് റൂമിലായിട്ട് ഒരു ഫുഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. നൈറ്റിലുള്ള ഫുഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും. രണ്ടാമത്തെ റൂമിലേക്ക് ഒരു ഫോയറിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വാഷിംഗ് കൗണ്ടർ വരുന്നത്. ഈ ഒരു വാഷ് ബേസ് നോക്കുവാണെങ്കിൽ ഹാബിറ്റ് എന്ന കമ്പനിയുടെയാണ്. അതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ മെറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു പെബിൾസ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ടൈല് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലേക്ക് പോകും. ഈ ഒരു റൂമിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതും സെയിം സൈസ് തന്നെയാണ്. ഒരു 12-10 അല്ലെങ്കിൽ 12-11 ആ സൈസ് തന്നെ വരുന്നത്. അതും കാർപ്പറ്റ് ഏരിയ ആണ് വരുന്നത്. ഇത്രയും കിട്ടുന്നുണ്ട്. ഇവിടെ AC പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ റൂമിൻ്റെ സൈസിലൊന്നും യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ടൈലെല്ലാം സെയിം തന്നെയാണ്. അപ്പോക്സി വർക്ക് ചെയ്തിട്ടില്ല, ജോയിൻ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ആ ഒരു മാറ്റ് ഫിനിഷുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. WC യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോർ മൗണ്ടഡാണ്. അത് ജോൺസൺ എന്ന കമ്പനിയുടെയാണ്. അതുപോലെ ബാക്കി ഫിറ്റിംഗ് CP എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന കമ്പനിയാണ്. അതിൽ യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. നമുക്ക് ബാക്കി 2 റൂമുകൾ വരുന്നത് മുകളിലാണ്. അപ്പോൾ നമുക്ക് മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് 2 റൂം താഴെ 2 റൂമുള്ള വീട് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. കാര്യം നമുക്ക് ആരെങ്കിലും പാരൻസോ എല്ലാവർക്കും താമസിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കുന്ന വീടാണ്. താഴെ 2 റൂം വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതും റൂം മാത്രമല്ല, ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൃത്യമായിട്ടും ആ ഒരു സ്പേസ് ഒന്നും കളയാതെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇവിടെയായിട്ട് നമ്മൾ സ്റ്റെപ്പിലേക്ക് കയറുന്ന അവിടെ ആയിട്ട് ആ ഒരു വാഷിംഗ് കൗണ്ടർ ഇപ്പുറത്തായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഗോഡൗൺ പോലെ സെറ്റ് ചെയ്യും. ആ രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതെല്ലാം മൾട്ടിവുഡിൽ ചെയ്തിരിക്കുകയാണ്, ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയറിലേക്ക് വരാം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് റെഡിമെയ്ഡായി കിട്ടുന്നതാണ് ഈ ഒരു പോസ്റ്റ് പോലെ സംഭവം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഈ ഹാൻഡ് റെയിൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 304 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റും ടൈലുമാണ്. ട്രെഡ് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ റൈസർ ടൈലിലോ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. നമ്മുടെ ഈ ലാൻഡിങ് ഏരിയയുടെ പുറകിലായിട്ട് നോക്കുവാണെങ്കിൽ ഒരു മാമ്പഴ കളറാണ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് പർഗോളയും കാണാം. കൃത്യമായിട്ട് തന്നെ ഒരു വെട്ടം ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ലാൻഡിങ് ഏരിയ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ആയാസമില്ല, പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് കയറാൻ വരുന്ന ആ രീതിയിലാണ് ഒരു സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത്. അത് അട്രാക്റ്റീവാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫീൽ ചെയ്യുന്നില്ല, അത്രയും ആയാസമില്ല, അതിന് കയറാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ അപ്പർ ലോഞ്ച് നോക്കുകയാണെങ്കിൽ അത് വിശാലമായിട്ടുള്ളൊരു അപ്പർ ലോഞ്ച് അല്ലെങ്കിൽ അപ്പർ ലിവിംഗ് എന്ന് പറയാം. ഒരു രക്ഷയില്ല. പല ആൾക്കാരും ഞങ്ങളോട് പറയാറുണ്ട്, അതായത് പാരൻസ് താഴെയാണ്, അവരുടെ TV കാണുവാണെങ്കിൽ നമുക്ക് മുകളിലായിട്ട് ഒരു ഹോം തിയേറ്റർ പോലെയൊക്കെ ഒരു സ്പേസ് കൊണ്ട് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനേക്കാളും ഒരു രക്ഷയില്ല. ഒരു ഹോം തിയേറ്റർ ആക്കി എടുക്കാൻ പറ്റിയ അത്രയും ലെങ്തുള്ള ഒരു അപ്പർ ലോഞ്ചാണ് വരുന്നത്. അവിടെ ആയിട്ട് TV കണക്ഷൻ കാണാം. സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ പാർട്ടീഷൻ്റെ ആവശ്യം പോലും ഇല്ല. ഇവിടെ കൃത്യമായിട്ടൊരു കർട്ടൻ, നല്ല ഡാർക്കായിട്ട് കർട്ടൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഹോം തിയേറ്റർ ആക്കി മാറ്റാനുള്ള സ്പേസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകൾ നോക്കാം. ഇതിൻ്റെ പുറകിലായിട്ട് റൂം കാണാം. ആ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൂമിൻ്റെ സൈസിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. സെയിം സൈസ് തന്നെയാണ്. ഈ പറയുന്ന ഒരു 12 അടി നീളവും 11 അടി നീളം വീതിയുള്ള ആ രീതിയിലുള്ളൊരു റൂമാണ് വരുന്നത്. അതുപോലെ ബാക്കി എല്ലാം ഫിറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്. കളർ പോലും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ്, അതായത് ഫുഡ് ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കാം. വാഷ്റൂമിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ താഴത്തേക്ക് വാഷ്റൂം കണ്ടത് അതുപോലെ തന്നെയാണ്. ഫിറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്. WC യൂസ് ചെയ്തിരിക്കുന്ന ജോൺസൺ ആണ്. ഫ്ലോർ മൗണ്ടഡാണ്. അതുപോലെ സെറയാണ് ബാക്കി ഫിറ്റ്മെൻറ്റ്സ് എല്ലാം. ഒരു മാറ്റം വരുന്നത് സീലിംഗ് ഹൈറ്റ് വരെ ഇവിടെ ടൈൽ ഒട്ടിച്ചിട്ടില്ല. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ 3 റൂമിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഈ 4ാമത്തെ റൂമിലേക്ക് പോകും. 4ാമത്തെ റൂമിലേക്ക് പോകുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. അത് തൊട്ടടുത്തല്ല റൂം വരുന്നത്. ഇത്രയും നമ്മൾ ആ ഒരു ഫോയർ സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു കോറിഡോർ സ്പേസ് എന്ന് പറയാം. അത്രയും സ്പേസ് കഴിഞ്ഞിട്ടാണ് ഒരു റൂമിലേക്ക് വരുന്നത്. നമ്മൾ ഫ്ലാറ്റിലൊക്കെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇങ്ങനെ കാണാറുള്ളത്. അത്രയും ഡിസ്റ്റൻസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിലും അതുപോലെ തന്നെയാണ് റൂമിൻ്റെ സ്പേസ് വരുന്നത്. അതുപോലെ താഴെ കണ്ട എങ്ങനെയാണോ അതേ സ്പേസ് തന്നെയാണ്. ഫിറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കും. അതിൻ്റെ ഡോറിൽ വ്യത്യാസമുണ്ട്. PVC ഡോസാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടില്ല. ബാക്കി ഫിറ്റ്മെൻറ്റ്സ് എല്ലാം സെയിമാണ്. ടൈൽ പോലും സെയിമാണ്. ആ ഒരു ഗ്രെയിൻസ് ഉള്ള ആ ഒരു മാറ്റ് ഫിനിഷുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. WC ജോൺസൺ തന്നെയാണ്. അത് ഫ്ലോർ മൗണ്ടഡാണ്. ബാക്കി ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വേറെ ബ്രാൻഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കഥകൾ നിർമ്മിച്ചിരിക്കുന്ന പ്ലാവ് തന്നെയാണ്. അതുപോലെ നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണി തന്നെയാണ്. എനിക്ക് ഏകദേശം ഒരു 12 അടിക്ക് പുറത്ത് നീളമുണ്ട്. 12 അടിക്ക് പുറത്ത് നീളവും 6 അടി വീതിയും വരുന്ന ബാൽക്കണിയാണ്. ഇവിടേക്ക് എല്ലാം 10 mm ടഫൺ ഗ്ലാസ് അല്ലാതെ ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൈവസി നോക്കുവാണെങ്കിൽ ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം 304
സ്റ്റെയിൻലെസ് ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും പർഗോള കാണാം. മുകളിലായിട്ട് ലൂക്കറിൻ്റെയാണ് ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, അതായത് പോയിന്റ് ലൈറ്റ് അല്ലെങ്കിൽ സർഫസ് ലൈറ്റ് എന്ന് പറയും, ആ രീതിക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയോടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ആ ഒരു വുഡിനോട് ചേരുന്നില്ല, ടെക്സ്ചർ ചേരുന്ന രീതിയിൽ അതിൻ്റെ ടൈലും കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു വുഡ് ഗ്രെയിനുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ക്ലാഡിങ്ങാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടൈലാണെന്ന് നോക്കണം, പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. ആ രീതിക്കുള്ള കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരെ ഉണ്ട് ആ ഒരു ബാൽക്കണിയുടെ ഏരിയ. എല്ലാം കിഴക്ക് ദർശനമായതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയുള്ളൊരു പ്രഭാതം കിട്ടുന്ന ആ രീതി വ്യത്യസ്തമായിരിക്കും അത്. അപ്പം ഈസ്റ്റ് ഫേസിങ് ആയിട്ടുള്ള വീടാണ്, കിഴക്ക് ദർശനത്തോടു കൂടിയ വീടാണ്. അതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത്. അത് കൃത്യമായിട്ട് ഹൈറ്റ് കൊടുത്തിട്ട് ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ അങ്ങനെ നമ്മൾ കാണാറില്ല. ഇവിടെ ഒരു ഈ ഹൈറ്റ് കൊടുത്ത് ഏകദേശം 2 അടിയോളം, 2 അടിയല്ല, ഒരു 3 അടിയോളം വീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേക സ്പേസും കാണാം. ഇവിടെ ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിനി ഇവിടെ ഷീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ വാഷിംഗ് മെഷീൻ വെച്ചാൽ പോലും ഒരു സ്പേസ് കുറച്ചും കൂടെ നമ്മൾ ഷീറ്റ് ചെയ്തെടുക്കേണ്ടി. ഇവിടെ അങ്ങനെയല്ല, ഇത്രയും വീതിക്കാണ് ഈ ഒരു കോൺക്രീറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വാഷിംഗ് മെഷീൻ നനയേണ്ട യാതൊരു ചാൻസും ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ ഷീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മുകളിലേക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം വാട്ടർ പ്രൂഫ് കോട്ടിങ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഹാൻഡ് റൈൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് GI ട്യൂബാണ്. ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോഴുള്ള വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ആയാസമില്ലാതെ തന്നെ കയറി വരാൻ പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് രീതി. ഇവിടെ കണ്ടു, ഇവിടെയൊക്കെ ഫ്ലാറ്റാണ്, നമ്മൾ നടക്കുന്നത് ചുമ്മാ നടന്നു നീങ്ങുക. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ എല്ലാം നീറ്റായിട്ടും അതുപോലെ നേരത്തെ പ്ലാൻ ചെയ്ത് ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ടിങ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. നല്ല ഉച്ച സമയമാണ്. ഇവിടെ ആയിട്ട് പർഗോള കാണാം, അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോർമെറ്റ് ഡിസൈൻ കാണാം, അതായത് കൂര ഡിസൈൻ കാണാം, അതിൻ്റെ മുകളിൽ ഓട് പാവിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുണി വിരിച്ചിടാൻ വേണ്ടിയുള്ള ഒരു ഹൂക്ക് ഇവിടെ സെറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു സ്ഥലത്തെ ലാൻഡ് വാല്യൂ നോക്കുവാണെങ്കിൽ 5 ലക്ഷം രൂപ കുറഞ്ഞതുണ്ട്, കാരണം കോർപ്പറേഷൻ ഏരിയ ആണ്. അങ്ങനെ 5 ലക്ഷം രൂപ വെച്ച് ഈ ഒരു 4.5 സെൻറ്റ് കൂട്ടി നോക്കുവാണെങ്കിൽ 22.5 ലക്ഷം രൂപയായി. അതുകൂടാതെ ഈ ഒരു വീടിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 40 ലക്ഷം രൂപയായി. അപ്പോൾ 40ഉം 22.5 കൂട്ടുവാണെങ്കിൽ 62.5 ലക്ഷം രൂപയായി. ഇനി ചുറ്റുമതിലും കിണറും അതുപോലെ ഇൻ്റർലോക്ക്, സെപ്റ്റി ടാങ്ക്, അങ്ങനെ എല്ലാം കൂടെ നോക്കുവാണെങ്കിൽ ഒരു ഈ പറയുന്ന 70 ലക്ഷം രൂപ എന്നുള്ളത് തികച്ചും ലാഭമായിട്ടുള്ള പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ, ഇതുപോലെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ഐക്കനോട് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.